സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകാവുന്ന ആശ്വാസ നടപടിയാണ് കേട്ടോ. സ്നേഹസാന്ത്വനം എന്താണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന ആശ്വാസ നടപടിയാണ് സ്നേഹസാന്ത്വനം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം സാന്ത്വനം അല്ലെ. അപ്പൊ സ്നേഹസാന്ത്വനം ഉണ്ട്, അതേപോലെ തന്നെ സാന്ത്വനം ഉണ്ട് അല്ലെ. അപ്പൊ സാന്ത്വനം എന്ന് പറയുന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസ പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടും ഉണ്ട്, സ്നേഹസാന്ത്വനം ഉണ്ട്, സാന്ത്വനം ഉണ്ട്. സാന്ത്വനം എന്ന് പറയുന്നത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസ പദ്ധതിയാണ് സാന്ത്വനം. ഓക്കെ, തെറ്റില്ലല്ലോ. നമുക്കടുത്ത് നോക്കാം. മൂന്നാമത്തെ ഉഷസ്സാണ്. ഉഷസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലും ചേരികളിലും താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. ഓക്കെ, കേരളത്തിലെ നഗരങ്ങളിലും ചേരികളിലും താമസിക്കുന്ന സാധാരണക്കാരെ ഉഷാറാക്കുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം അല്ലെ. ഉഷാറാക്കുക അല്ലെങ്കിൽ ഉഷസ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉഷസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. ഇനി അടുത്ത് നോക്കാം ജീവനി സഞ്ജീവനി എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ? കോവിഡ് കാലത്ത് ജില്ലയിലെ കർഷകർക്ക് ആശ്വാസമായിട്ട് കേരളത്തിൽ പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. ഓക്കെ, അപ്പൊ PSCയിൽ റീസെന്റ് ആയിട്ടുള്ള പദ്ധതികൾ മാത്രമല്ല ഇങ്ങനെയുള്ളതും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു പോവാ. ജീവനി സഞ്ജീവനി എന്താ? കോവിഡ് കാലത്ത് ജില്ലയിലെ കർഷകർക്ക് ആശ്വാസമായിട്ട് കേരളത്തിലെ പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കാൻ അല്ലെ. പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒരു സഞ്ചിയിലാക്കി വീട്ടിലെത്തിക്കാന്നൊക്കെ ഓർക്കാമല്ലോ. സഞ്ചി അല്ലെങ്കിൽ സഞ്ജീവനി ആയിട്ടൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം മംഗല്യം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മംഗല്യം പദ്ധതി കേട്ടോ. അപ്പൊ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? മംഗല്യം. അടുത്ത് നോക്കാം കടവുകള് വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് പടവുകൾ. ഓക്കെ, അപ്പൊ ആർക്കാണ് ഇത് കിട്ടുന്നത്? വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെ ഒരു പടി ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെ, ആരെയാണ്? വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായ പദ്ധതി. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം കരുത്ത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയായിരിക്കും അല്ലെ, ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സ്വയം പ്രതിരോധത്തിനായിട്ട് പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അല്ലെ. അപ്പൊ പെൺകുട്ടികളെയൊക്കെ കരുത്തരാക്കുക എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. സ്വയം പ്രതിരോധത്തിനായിട്ട് പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കരുത്ത്. ഇനി അടുത്തത് പ്രതീക്ഷാഭവൻ. അപ്പൊ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കായിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവൻ. ഓക്കെ, ഭവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭവനം അല്ലെ. അപ്പൊ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കായിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവൻ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിൻ്റെ ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്തേക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് വൊക്കാബുലറി കോഴ്സ് 10 ഡേയ്സിൻ്റെ കോഴ്സ് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചാർജ് വരുന്നത് 99 റുപ്പീസാണ് ഈ 10 ഡേയ്സിൻ്റെ ലൈവ് സെഷന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് സിനോണിംസ്, ആൻറ്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള എല്ലാം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, SSC ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് വരുന്ന എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. 10 ഡേയ്സിൻ്റെ കോഴ്സാണ്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ശേഷം ലൈവ് ക്ലാസ്സുകളായിരിക്കും, അതിനുശേഷം അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പ്ലേ ചെയ്ത് കാണാം. അതിൻ്റെ കൂടെ തന്നെ PDF നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ബൈ. ഇനി അടുത്തത് അമ്മത്തൊട്ടിൽ. അത് പേരിൽ തന്നെ നമുക്ക് അറിയായിരിക്കും. തൊട്ടില് ആയിട്ട് ബന്ധപ്പെട്ട് നവജാത ശിശുക്കളുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം. അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ കേട്ടോ. ഇനി അടുത്ത് നോക്കാം നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ. ഓക്കെ, അപ്പൊ ഭയം വേണ്ട എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള
ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? നിർഭയ. ഓക്കെ, അപ്പൊ നമ്മുടെ കരുത്തായിട്ട് മാറിപ്പോണ്ട. കരുത്ത് എന്തായിരുന്നു? സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള, കേട്ടോ, പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്ന. അപ്പൊ ആയോധന കലയിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല കരുത്ത് കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം, തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ശരണ്യാണ്. ശരണ്യ എന്ന് പറയുന്നത് അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള വനിതകൾ, പിന്നാക്കാവസ്ഥയിലുള്ള വനിതകൾ എന്നിവർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, അപ്പൊ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ആർക്കൊക്കെയാണ്? അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള വനിതകൾ, പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്തത് എന്റെ വീട്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്കായിട്ട് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ നൽകുന്ന ഭവന നിർമ്മാണ വായ്പാ പദ്ധതി കേട്ടോ. അപ്പൊ എന്റെ വീട് എന്ന് പറയുമ്പോൾ തന്നെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ഭവന നിർമ്മാണ വായ്പാ പദ്ധതിയാണ് ആർക്കാണ്? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതർക്കായിട്ട് വേണ്ടിയിട്ടുള്ള വായ്പാ പദ്ധതിയാണ് കേട്ടോ എന്റെ വീട്. അപ്പൊ എന്റെ വീട് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ എന്റെ കൂട്, തമ്മിൽ മാറിപ്പോരുത്. എന്റെ കൂട് എന്ന് പറയുന്നത് നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം നൽകുന്ന പദ്ധതിയാണ് എന്റെ കൂട്. അപ്പൊ അവർക്കൊരു കൂട് കിട്ടി എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം നൽകുന്ന പദ്ധതിയാണ് എന്റെ കൂട് കേട്ടോ. എന്റെ വീടാണ്, അത് ഭവനവുമായിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത പദ്ധതി നോക്കാം, പരിരക്ഷാ പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പരിരക്ഷാ പദ്ധതി. അപ്പൊ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ അല്ലെ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിരക്ഷ. ഓക്കെ, ആ രക്ഷയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഈ പദ്ധതിയിൽ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ ഭിന്നശേഷിക്കാർക്കും സേവനം ലഭ്യമാക്കി വരുന്നുണ്ട്. പരിരക്ഷാ സേവനത്തിന് ദാരിദ്ര്യരേഖ പരിധി ബാധകമല്ല. വിവിധ തരത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ അറിഞ്ഞു വെച്ചേക്കാം, കാരണം നമ്മുടെ എക്സാമിന് ചിലപ്പോൾ 2-3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഏതൊക്കെയാണ് ശരി തെറ്റെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ പോയിന്റ്സും കൂടെ പറഞ്ഞ് എല്ലാവരും പഠിച്ചേക്കാം. പരിരക്ഷ. പരിരക്ഷ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, എന്റെ മരം. എന്റെ മരം എന്താ? വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ മരം. ഓക്കെ, വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ മരം. 9ാം ക്ലാസ് വരെയാണ്, 9ാം ക്ലാസ് വരെ. ഇനി കാവൽ മരം. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. കാവൽ മരം എന്ന് പറയുന്നത് വനം വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ മരം. ഓക്കെ, വനം വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ. ആ കാവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പോലീസുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. കാവൽ പോലീസ് നിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മറ്റെന്തായിരുന്നു? എന്റെ മരമാണ്. ഇനി സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കുക. അപ്പൊ വയോമിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താ? സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് വയോമിത്രം. ഇനി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭ്യമാവുന്നത്. അപ്പൊ ആ വയസ്സ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക, ചോദിക്കാം കേട്ടോ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വയോമധുരം പദ്ധതിയാണ്. എന്താണ് വയോമധുരം പദ്ധതി എന്നുള്ളത് നോക്കാം. ഇതിൽ പറയുന്നത് സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നതിനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമധുരം. ആ മധുരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, ഗ്ലൂക്കോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. വയോമധുരം തമ്മിൽ മാറിപ്പോരുത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? വയോമിത്രമാണ് കേട്ടോ. ഇത് വയോമധുരം. ഇനി അന്നദായിനി.
അന്നവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ പറയുന്നത്? കേരള സാമൂഹ്യക്ഷേമ മിഷന്റെ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി. അപ്പൊ അന്നം നൽകുന്ന പദ്ധതി അല്ലെങ്കിൽ പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. ഇനി അടുത്തത് അതുല്യം. അതുല്യം എന്ന് പറയുന്നത് എന്താ? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ഓക്കെ, അതുല്യം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനത്തെ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, ഇനി അടുത്ത പദ്ധതി നോക്കാം. സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. നമുക്ക് സൗര എന്ന് കേൾക്കുമ്പോൾ തന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ. നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പൊ എന്താണ്? KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് കേട്ടോ. അറിഞ്ഞു വെച്ചേക്കണേ. നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്താലോ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം അല്ലെ. അപ്പൊ എല്ലാ പോയിന്റ്സുകളും ഒന്നും കൂടെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരാം. ആദ്യം പറഞ്ഞത് എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ വെറും സാന്ത്വനം പറഞ്ഞു, അത് പ്രവാസ ജീവിതം കഴിഞ്ഞ് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ആശ്വാസ പദ്ധതിയാണ്. ഉഷസ് പറഞ്ഞു അല്ലെ, ഉഷാറാക്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞില്ലേ. ആരെയായിരുന്നു? നഗരങ്ങളിലും ചേരികളിലൊക്കെ താമസിക്കുന്ന സാധാരണ ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതി. പിന്നെ ജീവനി സഞ്ജീവനി എന്ന് പറയുമ്പോൾ നമ്മുടെ സഞ്ചിയൊക്കെ ഓർക്കുക, അതിൽ പഴങ്ങളും പച്ചക്കറികളൊക്കെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ മംഗല്യം വിവാഹവുമായിട്ട്, അപ്പൊ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട്. അടവുകൾ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു? വിധവകളായിട്ടുള്ള വനിതകളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി അല്ലെ. പിന്നെ കരുത്ത് എന്തായിരുന്നു? പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. പ്രതീക്ഷ ഭവൻ അല്ലെ, ഒരു വീടാണ്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് പുരുഷന്മാർക്കായിട്ടുള്ള ബുദ്ധിവൈകല്യമുള്ള പുരുഷന്മാർക്കായിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷ ഭവൻ. അമ്മത്തൊട്ടില് അറിയാലോ, അനാഥരായിട്ടുള്ള നവജാത ശിശുക്കൾക്ക് കേട്ടോ. നിർഭയ എന്ന് പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള 2014 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നിർഭയ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഇനി ശരണ്യ. ശരണ്യ എന്താ? വിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള വനിതകൾ, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വനിതകൾ എന്നിവർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി. എന്റെ വീട് ഭവന നിർമ്മാണവുമായിട്ട് അല്ലെ വായ്പാ പദ്ധതിയാണ്. എന്റെ കൂടെ എന്തായിരുന്നു? നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സുരക്ഷിത താമസ സൗകര്യം നൽകുന്ന പദ്ധതി അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? പരിരക്ഷാ പദ്ധതി പറഞ്ഞു അല്ലെ. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഈ പദ്ധതിയിൽ സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ ഭിന്നശേഷിക്കാർക്കും സേവനം ലഭ്യമാക്കി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കാം. എന്റെ മരം പറഞ്ഞു. വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി. കാവൽ മരം എന്തായിരുന്നു? വനം വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി അല്ലെ. പിന്നെ വയോമിത്രം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം. അതിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇതിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നത് അല്ലെ. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള? വയോ മധുരം പറഞ്ഞു. ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് വിതരണം നൽകുന്ന ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു. അന്നദായിനി, അന്നം എന്ന് പറയുമ്പോൾ പോഷകാഹാരവും ഒക്കെ മൈൻഡിലോട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അതുല്യം. അതുല്യം എന്ന് പറയുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഊർജോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള KSEBയുടെ പുരപ്പുറ സൗരോർജ പദ്ധതിയാണ് സൗര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള മുദ്ര പദ്ധതി അല്ലെ. അപ്പൊ പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തായിരുന്നു? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അല്ലെ. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു മുദ്ര എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മുദ്ര എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത്. സ്വയം പദ്ധതിയുടെ സവിശേഷത. ഓക്കെ, ആൻസർ വരുന്നത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇവിടെ നോക്കിയേ, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സ്വയം അതിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്
ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ് സ്വയം കേട്ടോ, സ്വയത്തിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? പൗരന്മാർക്ക് അല്ലെ, യങ് ആസ്പയറിംഗ് മൈൻഡ്സ് അല്ല, അപ്പൊ പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷത. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് കയറാം. എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിൽ പറയണെന്നുള്ളത് നോക്കാം. പ്രധാനമന്ത്രി സൂര്യോദയ യോജന, സൂര്യോദയ യോജന. ആ സൂര്യോദയം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു കാര്യം മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അപ്പൊ സൂര്യോദയ യോജന എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇനി അടുത്ത് നോക്കാം എന്താണ് ജൽജീവൻ മിഷൻ എന്നുള്ളത്. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ജൽജീവൻ മിഷൻ അല്ലെ. നല്ല ശുദ്ധജലം വീട്ടിലെത്തിക്കുക. ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എത്ര ലിറ്റർ ആണ്? 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. ജൽജീവൻ മിഷൻ സംസ്ഥാനത്തിൽ 1ാമത് എത്തിയിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പങ്കാളിത്തത്തോടെ കേരള വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഗോവയാണ്. അത് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യ കേന്ദ്രഭരണ പ്രദേശം നോക്കുകയാണെങ്കിൽ ദാദ്ര നഗർ ഹവേലിയും അതേപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അതേസമയം ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ദാദ്ര നഗർ ഹവേലി അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു. ഇനി കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ്. ഓക്കെ, ഹോം ഷോപ്പ് അല്ലെ, വീട് തന്നെ വീട്ടിലേക്ക് ഷോപ്പിലത്തെ ഐറ്റംസ് ഒക്കെ എത്തിക്കുകയാണ്. അപ്പൊ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ച് നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതി ഏതാണ്? അടൽ വയോ അഭ്യുദയ യോജന. അടൽ വയോ അല്ല, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അടൽ വയോ അഭ്യുദയ യോജന. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? പ്രധാനമന്ത്രി സൂര്യോദയ യോജന പറഞ്ഞു. അപ്പൊ പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പിന്നെ നമ്മൾ പറഞ്ഞത് ജൽജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞാല് ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ജൽജീവൻ മിഷൻ 100% പൂർത്തിയാക്കിയുള്ള ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. അതേസമയം പൂർത്തിയാക്കിയുള്ള ആദ്യ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയു ആണ്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് അല്ലെ, ഹോം ഷോപ്പ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. ഇത്രയും ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത്. അപ്പൊ എവിടെയാണ്? നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, നഗരപ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ അമൃതിന്റെ ഫുൾ ഫോം എന്താ? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ഏർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഓക്കെ, ഇനി അമൃത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 2015 ജൂൺ 25-നാണ് കേട്ടോ. കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ, കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി
ഫസൽ ബീമ യോജന. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ആണ് ഹിന്ദിയിൽ കേട്ടോ, ക്രോപ്പ്. അപ്പൊ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരത് നെറ്റ് ആണ്. ഓക്കെ, ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഭാരത് നെറ്റ് കേട്ടോ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പേരുകളും ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഭാരത് നെറ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. അപ്പൊ മിഷൻ വാത്സല്യ, ആ വാത്സല്യ എന്നുള്ള ടേം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും, അല്ലെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലായി. കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. 1098 ഹെൽപ്പ് ലൈൻ നമ്പറിൽ മാറ്റമില്ല. അടിയന്തര ഘട്ടത്തിൽ പോലീസ് സഹായം ആവശ്യമെങ്കിൽ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കൈമാറും. രാജ്യത്തെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള ബാല്യം ഉറപ്പാക്കുകയാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. അപ്പൊ മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം എന്താ? രാജ്യത്തെ ഓരോ കുട്ടിക്കും ആരോഗ്യകരവും സന്തോഷകരവുമായിട്ടുള്ള ബാല്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് മിഷൻ വാത്സല്യയുടെ ലക്ഷ്യം. ഇനി അടുത്ത് നോക്കാം, എന്താണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി എന്നുള്ളത് നോക്കാം. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അപ്പൊ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി പ്രണാം പദ്ധതി കേട്ടോ, പ്രണാം പദ്ധതി. ഇനി PM പ്രണാം, അപ്പൊ അതിൽ പറയുന്ന ബാക്കി കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രണാമിന്റെ ഫുൾ ഫോം ആണ് പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ, അവയർനെസ്, നൗറിഷ്മെന്റ് ആൻഡ് അമെലിയോറേഷൻ ഓഫ് മദർ എർത്ത് എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. ഓക്കെ, ഇനി ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് വിസിറ്റ് ഇന്ത്യ 2023. പേര് തന്നെ കിട്ടുമല്ലോ, വിസിറ്റ് ഇന്ത്യ, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ. അതായത് രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. G20 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഭാഗമായാണ് ഈ ഒരു പദ്ധതി കേട്ടോ. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ഡിവൈൻ. ഓക്കെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായിട്ട് കേട്ടോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ഡിവൈൻ എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. അമൃത് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതായത് നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അല്ലെ. അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അല്ലെ. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ്. അപ്പൊ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പിന്നെ നമ്മൾ പറഞ്ഞു ഭാരത് നെറ്റ് അല്ലെ. അപ്പൊ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് നെറ്റ്. പിന്നെ പറഞ്ഞത് മിഷൻ വാത്സല്യാണ്. വാത്സല്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ വാത്സല്യ. ഓക്കെ, പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2022-2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രണാം പദ്ധതി അല്ലെ. പ്രണാമിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്കാം. മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, ഉൽപാദനം, പോഷണം, മെച്ചപ്പെടുത്തൽ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു വിസിറ്റ് ഇന്ത്യ, അതായത് രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? PM ഡിവൈൻ എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താണ് MGNREGP എന്നുള്ളത് നോക്കാം. MGNREGP എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും അംഗം വൈദഗ്ധ്യമില്ലാത്ത ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ
ഒരു സാമ്പത്തിക വർഷത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതായത് വീട്ടിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും അംഗം എക്സ്പീരിയൻസ് ഇല്ലാതൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അവർക്ക് കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അടുത്ത് നോക്കാം സർവശിക്ഷ അഭിയാൻ. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ 86-ാം ഭേദഗതി SSAയെ പിന്തുണയ്ക്കുന്നു. ഇതാണ് SSA എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവശിക്ഷ അഭിയാൻ. ഓക്കെ, സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ നിർബന്ധവുമായിട്ടുള്ള ഫ്രീയും കമ്പൽസറിയുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സർവശിക്ഷ അഭിയാൻ. സർവ്വ കുട്ടികൾക്കും കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വെക്കാം അല്ലെ. അടുത്ത് നോക്കാം അടൽ പെൻഷൻ യോജന. അപ്പൊ ആ പെൻഷൻ എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്. നമുക്ക് നോക്കാം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിലാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഇസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് ഓൾഡ് ഏജ് സെക്യൂരിറ്റി. വയസ്സാം കാലത്തുള്ള ഒരു എന്താ പറയാ ഒരു സുരക്ഷ നമ്മൾ പറയില്ലേ, അപ്പൊ ഓൾഡ് ഏജിന്റെ സെക്യൂരിറ്റി ടു ദി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഹു ആർ നോട്ട് കവേർഡ് അണ്ടർ എനി ഓഫ് ദി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ഓക്കെ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടാത്ത അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന. അടുത്ത് നോക്കാം എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 25 സെപ്റ്റംബർ 2014 ആണ്. അപ്പൊ ഈ ഒരു പദ്ധതിയിൽ പറയുന്നത് ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. ദിസ് സ്കീം ഇസ് ഇന്റൻഡഡ് ടു ബൂസ്റ്റ് ദി ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് സെക്ടർ ആൻഡ് ഓൾസോ ഓഗ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ദി കൺട്രി. ഈ പദ്ധതി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും കേട്ടോ. രാജ്യത്തേക്കുള്ള എല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ മേക്ക് ചെയ്യാന്നുള്ള രീതിയിൽ രാജ്യത്തേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. എനിക്കിതേ വരെ വിദേശ വസ്തുക്കളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ആ പദ്ധതി അത് മാതൃജ്യോതി അല്ലെ. മാതൃജ്യോതി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് മാതൃജ്യോതി പദ്ധതി? അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ. ആരുടെയാണ്? കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഈ അമ്മ അല്ലെ, മാതൃ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അമ്മമാരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ഇനി അതേപോലെ തന്നെ ഇവിടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ മാതൃ എന്ന് പറഞ്ഞ് കാണാനുണ്ട് അല്ലെ. മാതൃയാനം. അപ്പൊ മാതൃ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്, യാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ് അല്ലെ. അപ്പൊ മാതൃയാനം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലേക്ക് യാത്ര സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് മാതൃയാനം. അമ്മയ്ക്കും കുഞ്ഞിനും യാനം അല്ലെ. അപ്പൊ യാത്ര ഒരുക്കുന്ന ഒരു കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ആയുർദളം. നമുക്ക് എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നോക്കാം. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം അല്ലെ. ആയുർവേദവുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ആയുർദളം എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സിന് ഒരു ഭീഷണിയാണെന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. ആയുസ് എന്ന് പറയുന്ന പോലെ ആയുർദളം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ കേട്ടോ. ഇനി അടുത്ത പദ്ധതിയാണ് അശ്വമേധം. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അശ്വമേധം അല്ലെ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായിട്ടുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ അശ്വമേധം കേട്ടോ. ഇനി അടുത്തത് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പേര് സ്നേഹക്കൂട് അല്ലെ. സ്നേഹക്കൂട്. അപ്പൊ എന്താ സ്നേഹക്കൂട് എന്ന് പറഞ്ഞാല് മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള അല്ലെ. അപ്പൊ മാനസിക രോഗമൊക്കെ വന്നിട്ട് വിമുക്തമായി കഴിഞ്ഞാലും ചില ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ കയറ്റണം എന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള
ഒരു പുനരധിവാസ പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്നേഹക്കൂട്. അപ്പൊ നമ്മൾ അവരെ സ്നേഹിച്ച് അവർക്കൊരു കൂട് കൊടുത്തു എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. സ്നേഹക്കൂട് കേട്ടോ, സ്നേഹക്കൂട്. കാരണം ഇവിടെ നമുക്ക് അതല്ലാണ്ട് കുറെ കൂടുകൾ വരുന്നുണ്ടല്ലോ ഓപ്ഷനിൽ. ഇനി നമുക്ക് ഓരോ ഓപ്ഷനിലും ഓരോ നോക്കാം. കുരുവിക്കൊരു കൂട്, ആ പേര് പറയുന്ന പോലെ തന്നെ കുരുവികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ കുരുവിക്കൊരു കൂട് വംശനാശം കൊണ്ടിരിക്കുന്ന അങ്ങാടി കുരുവികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. പിന്നെ അടുത്ത പദ്ധതി നോക്കി ആലില. ആലില വൃക്ഷവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ വൃക്ഷത്തൈകൾ നട്ടു വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആലില പദ്ധതി. ഇനി അടുത്തത് എന്റെ കൂട് പദ്ധതി. ഇതെല്ലാം നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ സ്നേഹക്കൂടും എന്റെ കൂടും തമ്മിൽ മാറിപ്പോവണ്ട. എന്റെ കൂട് എന്ന് പറഞ്ഞാല് നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രി കാലങ്ങളിലും സുരക്ഷിത അഭയം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്റെ കൂട് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനായിട്ടുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. സ്നേഹിച്ച് നമ്മൾ അവർക്കൊരു കൂട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഓർക്കാം. മറ്റത് സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിത അഭയം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്റെ കൂട് കേട്ടോ. അപ്പൊ നോക്കിയാണല്ലോ. ഇനി അടുത്ത് നോക്കാം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സേഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അല്ലെ. അപ്പൊ അപകടങ്ങൾ കുറയ്ക്കാനും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ സേഫ് കേരള, ഗതാഗത നിയമലംഘനം തടയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സേഫ് കേരള. ഓക്കെ. ഇനി ഇവിടെ തന്നെ നമുക്ക് അതിന്റെ കുറച്ച് ഓപ്ഷൻസും കൂടെ നോക്കാം. ഇനി ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ശൈലി ആപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പേര് പറയുന്ന പോലെ തന്നെ ജീവിതശൈലി രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഈ പറഞ്ഞ ശൈലി ആപ്പ്. ജീവിതശൈലി രോഗനിർണയത്തിനായിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ആപ്പാണ് ശൈലി ആപ്പ് എന്ന് പറയുന്നത് കേട്ടോ അല്ലെ. തുണ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പദ്ധതി ജില്ലയിലെ ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് തുണ. മെയിനായിട്ട് ദാരിദ്ര്യം നിർമാർജനം വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കേട്ടോ. 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തുണ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ജീവിതശൈലി രോഗനിർണയത്തിനായിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ശൈലിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ശൈലി ആപ്പ് എന്ന് പറയുന്നത്. തുണ പദ്ധതി ജില്ലയിലെ ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് തുണ പദ്ധതി കേട്ടോ. അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി നോക്കാം അല്ലെ. സ്നേഹസാന്ത്വനം സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കായിട്ടുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം അല്ലെ. സ്നേഹസാന്ത്വനം സംസ്ഥാനത്തെ എൻഡോസൾഫാൻ കേട്ടോ. അപ്പൊ സ്നേഹസാന്ത്വനം എന്താണ്? എൻഡോസൾഫാൻ. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് ഏത്? സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ. ഇനി അടുത്തത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. ഏതാണ്? നിരാമയ അല്ലെ. ആരോഗ്യ ഇൻഷുറൻസ് ആണ്. അപ്പൊ നിരന്തരമായിട്ടും നമ്മൾ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് അതിജീവനം എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട് അല്ലെ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണ് അതിജീവനം. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്ത് നോക്കാം. സ്നേഹയാനം. നമുക്ക് കുറെയൊക്കെ ഇതിന്റെ പേരിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സ്നേഹയാനം, യാനം എന്ന് പറയുമ്പോൾ യാത്ര അല്ലെ. ഇനി നമ്മൾ നേരത്തെ മാതൃയാനം പഠിച്ചിരുന്നു. അപ്പോ അതും ഇതും തമ്മിൽ മാറിപ്പോരുന്നത് സ്നേഹയാനമാണ്. അപ്പൊ നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ ഭിന്നശേഷിയുള്ളവരുടെ നിർധരരായിട്ടുള്ള അമ്മമാർക്ക് സ്ഥിരമായിട്ടുള്ള ഉപജീവനം കണ്ടെത്തുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് മുഖേന സൗജന്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. അപ്പൊ യാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. അപ്പൊ അവർക്ക് സൗജന്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് അല്ലെ. ആർക്കാണ് കൊടുക്കുന്നത്? ഈ പറഞ്ഞ പോലെയുള്ള ഭിന്നശേഷിയുള്ളവരുടെ നിർധരരായിട്ടുള്ള അമ്മമാർക്ക് സ്ഥിരമായിട്ടുള്ള ഉപജീവനം കണ്ടെത്തുന്നതിനായിട്ട് കൊടുക്കുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോ സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ചോദ്യം. അതിന്റെ ആൻസർ എന്താ വരുന്നത്? നവജീവൻ പദ്ധതി അല്ലെ. അപ്പൊ അവർക്ക് പുതിയൊരു ജീവൻ കിട്ടുകയാണ് അല്ലെ. പുതിയൊരു ജീവൻ കിട്ടുകയാണെന്നുള്ള രീതിയിൽ ഓർക്കാം.
കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു തൊഴിൽ വഴി അവർക്ക് പുതിയൊരു ജീവൻ കിട്ടിയെന്ന് ഓർക്കാം. നവജീവൻ പദ്ധതി കേട്ടോ, നവജീവൻ പദ്ധതി. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞ് കാണാനുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ശരണ്യ പദ്ധതി എന്നുള്ളത് നോക്കാം. ശരണ്യ പദ്ധതി സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ്. മെയിനായിട്ട് വിധവകൾക്കും വിവാഹമോചിതർ എന്നിവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ശരണ്യ പദ്ധതി. അപ്പൊ ശരണ്യ ആ ഒരു പേരിൽ തന്നെ നമുക്കറിയാം, ശരണ്യ ഒരു പെണ്ണിന്റെ പേരാണ്, ഒരു സ്ത്രീയുടെ പേരാണെന്ന് ഓർക്കാം. അപ്പൊ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ശരണ്യ പദ്ധതി കേട്ടോ, ശരണ്യ പദ്ധതി. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഓക്കെ, സ്നേഹസാന്ത്വനം. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടും ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. ഏതാണ്? കെടാവിളക്ക് കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ സ്കോളർഷിപ്പ് ഒക്കെ നൽകുന്ന സമയത്ത് അവർ നന്നായിട്ട് പഠിക്കണം അല്ലെ, കെടാവിളക്കിന്റെ വെളിച്ചത്തിലൊക്കെ നന്നായിട്ട് പഠിക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ കെടാവിളക്ക് എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു പദ്ധതിയാണ് താലോലം പദ്ധതി. കേരള സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. ഈ പദ്ധതി പ്രകാരം ചികിത്സാ ചിലവിന് മാർഗമില്ലാത്ത BPL APL കുടുംബങ്ങൾക്ക് 50,000 രൂപ വരെയുള്ള സാമ്പത്തിക സഹായം തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴി ലഭിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് താലോലം കേട്ടോ. അപ്പൊ കേരള സർക്കാരിന്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. നമുക്ക് ഈ താലോലം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാം. അപ്പൊ അവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഇനി എന്താണ് വിദ്യാകിരണം എന്നുള്ളത് നോക്കാം. വിദ്യാകിരണം പദ്ധതി. ഓക്കെ, വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കാൻ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാകിരണം. ഓക്കെ, വിദ്യാകിരണം എന്താണ്? വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അല്ല. അപ്പൊ വിദ്യ എന്ന് പറയുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കിരണം എന്ന് പറയുമ്പോൾ ഈ ഡിജിറ്റൽ പഠനോപകരണങ്ങളിൽ നിന്ന് കിരണം അല്ല, റേഡിയേഷൻ ഒക്കെ വരും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് വിദ്യാവാഹിനി ഉണ്ട്. വിദ്യാവാഹിനി എന്ന് പറയുമ്പോൾ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ വാഹനമാർഗം സ്കൂളുകളിൽ എത്തിക്കാനായിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് വിദ്യാവാഹിനി. അപ്പൊ വാഹിനി എന്ന് കാണുമ്പോൾ തന്നെ വാഹനവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ വിദ്യാവാഹിനി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ വാഹനമാർഗം സ്കൂളുകളിൽ എത്തിക്കാനായിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് വിദ്യാവാഹിനി. വിദ്യാവാഹിനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അഭയകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ആർക്കായിരിക്കും നമ്മൾ അഭയം കൊടുക്കുന്നത്? വിധവകൾക്ക് അല്ലെ. അപ്പൊ അഭയകിരണം പദ്ധതി വിധവകൾക്ക് ധനസഹായം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം വിദ്യാകിരണം പദ്ധതി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത്? വിദ്യാകിരണം പദ്ധതി കേട്ടോ. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം സാധ്യമാക്കാൻ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള വിദ്യാകിരണം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഇനി താലോലം പദ്ധതി എന്താണ്? മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് താലോലം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ തന്നെയാണ് മറിച്ചൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഇനി വിദ്യാജ്യോതി പദ്ധതി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം അല്ലെ. PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണെന്നുള്ളതും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള വെബ് പോർട്ടൽ ചോദിക്കുകയാണെങ്കിൽ സുനീതി. ഏതാണ്? സുനീതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള വെബ് പോർട്ടൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സുനീതി എന്ന് പറഞ്ഞിട്ടുള്ള വെബ് പോർട്ടലാണ് കേട്ടോ, സുനീതി. ഇനി കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ
രംഗശ്രീയാണ് കേട്ടോ. കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ രംഗശ്രീ. അപ്പൊ കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ കുടുംബശ്രീയും രംഗകലകളും അല്ലെ. അപ്പൊ രംഗശ്രീ എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ് പദ്ധതി? കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഏതാണ്? കൂട്ട്. പഠിച്ചു വെച്ചേക്കണേ, കൂട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. ഇവിടെ ചിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് അല്ലെ. അപ്പൊ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ചിരി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പൊ ചിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുട്ടികളിലെ മാനസിക സമ്മർദ്ദമൊക്കെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ചിരി. ഇനി നിരാമയ പദ്ധതി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അല്ലെ. 1 ലക്ഷം രൂപ വരെ പ്രതിവർഷം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. നിരന്തരമായിട്ട് ഇൻഷുറൻസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കാം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഉജ്ജീവനം പദ്ധതി. ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ് കേട്ടോ. ഉജ്ജീവനം പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്? കുടുംബശ്രീയാണ് അല്ലെ. കുടുംബശ്രീയാണ്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം ഇതെല്ലാം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു താലോലം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അതേപോലെ തന്നെ അടുത്തറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം. അപ്പൊ ഇതിൽ പറയുന്നത് ശ്രവണ വൈകല്യം നേരിടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷൻ സൗജന്യമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. ശ്രുതി എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ടുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം അല്ലെ. അപ്പോൾ കോക്ലിയ നമ്മുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ സൗജന്യമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമായിട്ടുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ചോദിക്കുകയാണെങ്കിൽ പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ മിഠായി പദ്ധതി എല്ലാവരും അറിഞ്ഞു വെച്ചേക്ക്. അതേപോലെ തന്നെ മന്ദഹാസം എന്താ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് വെപ്പ് പല്ല് അല്ലെങ്കിൽ കൃത്രിമ പല്ല് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മന്ദഹാസം അല്ലെ. അപ്പൊ ചെറിയൊരു മന്ദഹാസമൊക്കെ മതി എന്നൊക്കെ ഓർത്തു വയ്ക്കാം, വെപ്പ് പല്ലാണെന്നൊക്കെ ഓർത്തു വയ്ക്കാം കേട്ടോ. കാരണം സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഈ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളിൽ പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ പദ്ധതിയാണ് സ്മൈൽ. അപ്പൊ സ്മൈലും മന്ദഹാസും തമ്മിൽ മാറിപ്പോരുത്. ഇനി 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാസ്പ് അല്ലെ. കാസ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇനി അടുത്ത ചോദ്യം, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. എന്താണ്? സശ്രദ്ധം. അപ്പൊ സശ്രദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേണം അല്ലെ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങളെ തുടക്കത്തിലേ കണ്ടെത്തി, അപ്പൊ തുടക്കത്തിലേ ശ്രദ്ധിച്ച് കണ്ടെത്തണം എന്നൊക്കെ ഓർക്കാം അല്ലെ. അതുപോലെ തന്നെ പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ്. അപ്പൊ സ്കൂളുകളിൽ വെച്ച് തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. സ്കൂളുകളുടെ സായും ശ്രദ്ധിക്കണം, സശ്രദ്ധം എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ സമാശ്വാസം, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സമാശ്വാസം പദ്ധതി ഉണ്ടായിരുന്നു. സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. അപ്പൊ അവർക്കൊരു ആശ്വാസം ആവട്ടെ അല്ലെ. സമാശ്വാസം എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പൊ വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ സമാശ്വാസം. വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ചോദിക്കുകയാണെങ്കിൽ മോഹൻലാൽ ആണ് കേട്ടോ. മൃതസഞ്ജീവിനിയുടെ
മോഹൻലാലാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായം പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം അല്ലെ? സ്നേഹസാന്ത്വനം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലെ? ഇനി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. പഠിച്ചു വെച്ചേക്കണേ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. സമാശ്വാസം കണ്ടോ, ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. സമാശ്വാസം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൃക്ക തകരാർ മൂലം ഡയാലിസിന് വിധേയരാകുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ധനസഹായം അല്ലെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായിട്ടുള്ള വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് PM ആശാ യോജന. ഓക്കെ, PM ആശാ യോജന. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായിട്ടുള്ള വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അല്ലെ. അപ്പൊ അവർക്കൊരു ആശ കൊടുക്കുകയാണെന്ന് തന്നെ ഓർത്തു വെക്കുക അല്ലെ. PM ആശാ യോജന എന്നുള്ളത് പഠിച്ചു പോവാട്ടോ. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ വിപ്സ് ആണ്, WIFS ആണ് കേട്ടോ, WIFS. അപ്പൊ അതിനകത്തൊരു അയണും ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട് അല്ലെ. അപ്പൊ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ വിപ്സ് ആണ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയുടെ പേര് ഏതാണ്? ബാലമിത്ര. അപ്പൊ കുട്ടികളിൽ കുഷ്ഠരോഗ ലക്ഷണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബാലമിത്ര. ബാലന്മാരിൽ കണ്ടുപിടിക്കാൻ അല്ലെ, ബാലമിത്ര എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആശാധാര. ഏതാണ്? ആശാധാര കേട്ടോ. അപ്പോ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, അതേപോലെ തന്നെ തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആശാധാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ, ആശാധാര. ആയുർദളൊക്കെ കണ്ടോ, ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള അശ്വമേധം, താലോലം കണ്ടോ, ഇതെല്ലാം നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ. ഇനി താഴെ പറയുന്നവയിൽ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, മൃതസഞ്ജീവിനി അല്ലെ, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അശ്വമേധം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണല്ലോ, കുഷ്ഠം അല്ലെ, കുഷ്ഠം. ഇനി കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇമ്പോർട്ടന്റ് ആണ്, കേരളത്തിലെ അവിവാഹിതരായിട്ടുള്ള മാതാക്കൾ കേട്ടോ, അവിവാഹിതരായിട്ടുള്ള മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി സ്നേഹപൂർവ്വം ഉണ്ട്, അപ്പൊ സ്നേഹസ്പർശം ഉണ്ട്, സ്നേഹപൂർവ്വം ഉണ്ട്. സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ഒരാളോ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അപ്പോൾ മാതാപിതാക്കൾ ഇരുവരും അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിവില്ലാതെയൊക്കെ വരണ കേസുകളാണെങ്കിൽ ഇവർക്ക് ധനസഹായമായിട്ട്, പ്രതിമാസ ധനസഹായമായിട്ട് നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. മറ്റു സ്നേഹസ്പർശമാണ്, ഇത് സ്നേഹപൂർവ്വം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു കാസ്പ് എന്ന് പറഞ്ഞിട്ടല്ലേ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ സർക്കാർ പൊതുജന ആരോഗ്യ സംരക്ഷണ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് കാസ്പ് എന്ന് പറയുന്നത്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. വേണമെങ്കിൽ ഫുൾ ഫോം ആയിട്ട് അടുത്ത എക്സാമിന് ചോദിക്കാം കേട്ടോ. സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായിട്ടുള്ള 41.8 ലക്ഷം കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. ഓക്കെ, അപ്പൊ കാസ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അക്രമങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് സ്വാശ്രയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് അല്ലെ. എന്താ? തീവ്രമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനായിട്ടുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ്
സ്വാശ്രയ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ സ്വാശ്രയ പദ്ധതി എന്താണ്? തീവ്രമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റത്തവണ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്വാശ്രയ പദ്ധതി. നിരാമയ പദ്ധതി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. നിരാമയ എന്താ? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ വിമുക്തിയാണ്. ഏതാണ്? വിമുക്തി അല്ലെ. അപ്പൊ താഴെ പറയുന്നവയിൽ എക്സൈസ്, അപ്പൊ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതി ചോദിക്കുകയാണെങ്കിൽ വിമുക്തിയാണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ്. അപ്പൊ മെഡിസെപ്പിന്റെ ഒക്കെ നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് വിമുക്തി എന്നുള്ളത് നമുക്ക് നോക്കാം. വിദ്യാലയങ്ങൾ ലഹരി മുക്തമാക്കാനും കുട്ടികളുടെ കർമ്മശേഷിയെ കലാകായിക രംഗത്ത് ക്രിയാത്മകമായിട്ട് പരിപോഷിക്കുന്നതിനുമായിട്ട് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ 2021 സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് വിമുക്തി അല്ലെ. അപ്പൊ കുട്ടികളെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ എന്ന് തന്നെ ഓർത്തു വയ്ക്കാം. അപ്പോ എക്സൈസ് വകുപ്പിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി ടൈപ്പ് 1 പ്രമേഹം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മിഠായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അത് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഇനി കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആശ്വാസ കിരണം. അറിഞ്ഞു വെച്ചേക്കണേ, കിടപ്പ് രോഗികളെ നോക്കുന്ന ആൾക്കാർക്കാണ് അല്ലെ. അപ്പൊ അവർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ആ ഒരു ധനസഹായം യൂസ് ചെയ്യാം എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ആശ്വാസ കിരണം എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. അതാണ് കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആശ്വാസ കിരണം. ഏത് പദ്ധതിയാണ്? ആശ്വാസ കിരണം.